മിക്കവാറും നമ്മുടെ മനസ്സുകളുടെയും ഇരുപുറത്തും ചിലങ്ക കെട്ടി കൊച്ചു നർത്തകികൾ നർത്തനമാടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആശംസാ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. പിന്നെ പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ ഒരു തേൻതുള്ളിയുണ്ട്. 80കളിലൊക്കെ കേരളത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ആ ജീവിച്ച ആളുകളുടെ മനസ്സിൽ തേനൂറുന്ന ചില ശീലുകളുണ്ട്. ശ്രീ VT മുരളിയുടേതായി തേനൂറുന്ന ശീലുകളെന്ന് തേൻതുള്ളി എന്ന് നമുക്ക് വിളിക്കാം. അദ്ദേഹം ആദ്യമായി പാടിയ സിനിമയുടെ പേര് തേൻതുള്ളി എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. എന്തിനാണ് ഈ കല, നർത്തന കല പോലെയുള്ള കലകൾ ശീലിക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രം ചെറിയ ഒരു ചിന്ത. മുമ്പും ഇതേ വേദിയിൽ ഇക്കാര്യം തന്നെ നാം കുറച്ചുകൂടി വിശദമായി സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്, ഉയർന്ന ഒരു ഭാഗമാണ് കലാപഠനം എന്ന കൃത. ഇന്നത്തെ നമ്മുടെ കാലം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും വസ്തുവാക്കി മാറ്റുന്ന, പ്രൊഡക്റ്റാക്കി മാറ്റുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരു വസ്തുവാണ്. നമുക്ക് വാങ്ങാൻ കഴിയുന്ന, സ്വീകരിക്കാൻ കഴിയുന്ന, മിക്കവാറും ബിരുദമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വിദ്യാഭ്യസിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾ ഒരു തൊഴിൽ മാർക്കറ്റിലേക്കാണ് ഇറങ്ങുക, തൊഴിൽ കമ്പോളത്തിലേക്കാണ് ഇറങ്ങുക എന്ന് പറയും. അങ്ങനെയുള്ളൊരു കാലമാണ്. വിദ്യാഭ്യാസത്തിൽ നിന്നും അതുപോലെ മനുഷ്യനെ സമൂലമായി മനുഷ്യൻ്റെ സാകല്യത്തെ ഔന്നത്യത്തിലേക്ക് ഉയർത്തേണ്ടുന്ന എല്ലാ തരം സാമൂഹ്യ സ്ഥാപനങ്ങളിൽ നിന്നും അതിൻ്റെ മാനവികത ചോർന്നു പോകുന്ന ഒരു കാലം. അതൊക്കെ വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. കൊടുക്കാനും വാങ്ങാനും കഴിയുന്ന, കമ്പോളത്തിൽ വിൽപ്പന ചരക്കാവുന്ന ഒരു കാലമാണ്. ആ കാലം ആവശ്യപ്പെടുന്നത് നേരത്തെ ശ്രീ VT മുരളി പറഞ്ഞതുപോലെ തന്നെ ഈ അനുഭവങ്ങളുടെ ലാവണ്യ സ്വഭാവത്തെ, ഇങ്ങനെ എൻ്റെ സൗന്ദര്യ സ്വഭാവത്തെ വീണ്ടെടുക്കുക എന്നതാണ്. ശാസ്ത്രവും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളും മാത്രമല്ല, മാനവിക വിഷയങ്ങൾ പോലും, ഭാഷ പോലും, സാഹിത്യം പോലും ഇപ്പോൾ ഇതുപോലെ വസ്തുവായി പഠിപ്പിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ആ പാഠങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മാനവികതയും അതിൻ്റെ സൗന്ദര്യത്തെയും ലാവണ്യത്തെയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു ഇത്തരം കലാപഠനം. തീർച്ചയായും കലാമണ്ഡലം ജിയ ടീച്ചർ നിരവധി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സാമൂഹ്യ സേവനമാണെന്നിവിടെ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നത്, ആ പഠിപ്പിക്കുന്ന കുട്ടികളോട് ചെയ്യുന്ന ഒരു സേവനം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, പൊതുവിൽ സമൂഹത്തിൽ പുതിയ തലമുറ, വളർന്നു വരുന്ന തലമുറയ്ക്ക് നഷ്ടമാവാൻ പാടില്ലാത്ത മാനവികവും സൗന്ദര്യാത്മകവുമായ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരം കലാപഠനം, അത് നൃത്തത്തിൻ്റെതായാലും ശാസ്ത്രീയ നൃത്തത്തിൻ്റെതായാലും സംഗീതത്തിൻ്റെതായാലും അഭ്യസനം സഹായിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു തൊഴിൽ നേടിയെടുക്കാൻ കഴിയുമോ എന്ന പ്രായോഗിക ചോദ്യത്തിലേക്ക് പോകാതെ തന്നെ പൊതുവെ സമൂഹത്തിന് ആവശ്യമാവുന്ന ഒരുതരം ഉണർവിനെയും മനുഷ്യത്വത്തെയും വീണ്ടെടുക്കുക എന്നതാണ് കലാപഠനത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ അല്ലെങ്കിൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ധർമ്മം. അത് പറയുമ്പോൾ തന്നെ കലയും ആ അർത്ഥത്തിൽ ശുദ്ധമായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ റിയാലിറ്റി ഷോയുടെ കാര്യം ശ്രീ VT മുരളിയും അതുപോലെ തന്നെ ശ്രീ മാധവൻ നായരും പറയുകയുണ്ടായി. കല ഏറ്റവും അധികം വലിയ തോതിൽ വിൽപ്പന ചരക്കായി മാറിയ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് പഴയ രീതിയിൽ, പാരമ്പര്യ രീതിയിൽ, നേരത്തെ ശ്രീ മുരളി ചോദിക്കേണ്ട, ഇത്രയും വർഷം സംഗീതം അഭ്യസിച്ചിട്ട്, നൃത്തം പഠിച്ചിട്ട്, ശാസ്ത്രീയമായി പഠിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇരിക്കുന്ന ആളുകളെല്ലാം സംഗതികളെക്കുറിച്ചും മറ്റും ആധികാരികമായിട്ട് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയ ഒരു കാലത്ത് ഈ അഭ്യസനം കൊണ്ട് എന്താണ് കിട്ടിയത് എന്നുള്ള ഒരു തോന്നൽ എന്ന് പറയും. ഈ തോന്നൽ പലപ്പോഴും കലാകാരന്മാർക്ക് അശുദ്ധമായിട്ടുള്ള ചില സങ്കലനങ്ങൾ, അശുദ്ധമായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ ഒക്കെയും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. വലിയ വാണിജ്യവൽക്കരണത്തിൻ്റെതും ടെലിവിഷൻ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് പലതരത്തിലും അതിനെ സമ്മിശ്രങ്ങളാക്കി മാറ്റിയിട്ട് പണം സമ്പാദിക്കാനുള്ള മാർഗം ആയി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് ജയ ടീച്ചർ നമുക്കൊക്കെ അറിയുന്നത് പോലെ അതിലൊരു പഴയ മട്ടുകാരിയാണ്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ അറിയുന്ന അത്തരം അധ്യാപകർ, സംഗീതവും അതുപോലെ തന്നെ നൃത്തവും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരിലെ പഴയ മട്ടിനെ ഇപ്പോഴും വളരെ ഉറച്ച് പിടിക്കുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത, കുട്ടികളോട് ആ കലയുടെ അഭ്യസനത്തിൻ്റെ രീതികളിലോ അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യത്തിലോ അതിൻ്റെ ആ ക്രമങ്ങളിലോ ഒന്നും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഒരുതരം ശുദ്ധി നിലനിർത്തുക, ശുദ്ധിയെ പിടിച്ച് എന്താ പറയുക, ബലമായി പിടിച്ചു വയ്ക്കുക, അത് ആ പാഠം തന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ വലിയ പരസ്യ ശബളിമയിലേക്ക് വികസിക്കാമായിരുന്ന ഒരു സ്ഥാപനം ആ തരത്തിലേക്ക് വാണിജ്യപരമായി വികസിക്കാമായിരുന്ന, സ്വയം വിൽക്കാമായിരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ജ്ഞാനത്തെ വിൽക്കുന്നത് പോലെ എല്ലാവരും അങ്ങനെയാണ് തൊഴിൽ മാർക്കറ്റിൽ അങ്ങനെ തന്നെ വിൽക്കാമായിരുന്ന ഒരവസ്ഥയിലേക്ക്, അത്തരം ഒരു വലിയ പ്രഭാപൂരത്തിലേക്ക്, ടെലിവിഷൻ്റെയും മറ്റുമായിട്ടുള്ള വലിയ പ്രഭാപൂരത്തിലേക്ക് സ്വയം പോകാതെയും തൻ്റെ ശിഷ്യഗണങ്ങളെ അങ്ങോട്ട് വിടാതെയും
അല്ലെങ്കിൽ അങ്ങനെ പ്രേരിപ്പിക്കാതെയും കലയുടെ താൻ പഠിച്ച ചിട്ടകളിലെ വിടാതെയും അതിൻ്റെ ശുദ്ധിയെ പരിരക്ഷിച്ചുകൊണ്ടും ഏതുതരം പ്രതിസന്ധിക്ക് മുമ്പിലും അതിനെ പിന്തുടരുകയും അതിനെ നിലനിർത്തുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സബരിയ ഈ കലാപ്രവർത്തനത്തിൽ അവർ കാണിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായി സംസാരിക്കുന്നില്ല. കുട്ടികൾക്കും അമൃതകലാക്ഷേത്രത്തിലെ കലാകാരികൾക്കും അവരെ പഠിപ്പിക്കാൻ അയക്കുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായും അങ്ങനെ പഠിപ്പിക്കാൻ അയക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യത്തിനും നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും നൽകുന്നത്.